NRI World. യുഎസിലേക്ക് ഇനി പഴയ പോലെ പോകാനാകില്ല. അമേരിക്കൻ വിസ നിയമങ്ങളിൽ മാറ്റം വരുന്നു. അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ $1500 വരെ ബോണ്ട് നൽകേണ്ടി വരും. പുതിയ നിയമങ്ങൾ കൂടുതൽ കർശനമായ പരിശോധനകൾക്കും അധിക ചെലവിനും കാരണമാകും. വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം നടപ്പിലാകുന്നതോടെ യുഎസിലെ ചില വിസകൾക്ക് അപേക്ഷിക്കുന്നവർ $15000 വരെ ബോണ്ട് നൽകേണ്ടി വരും. ബിസിനസ്, ടൂറിസ്റ്റ് വിസകൾക്കാണ് ഇത് ബാധകം. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെ തടയാനാണ് ഈ നിയമം. ഈ വർഷം സെപ്റ്റംബർ 2 മുതൽ യുഎസിന്റെ കുടിയേറ്റ ഇതര വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഭൂരിഭാഗം ആളുകളും കോൺസുലാർ ഓഫീസറുമായി നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടി വരും. യുഎസ് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുന്ന വിസ ഇന്റഗ്രിറ്റി ഫീസ് മിക്ക കുടിയേറ്റ ഇതര വിസകളുടെയും അപേക്ഷാ ചെലവ് കൂട്ടും. വിസ ഇന്റഗ്രിറ്റി ഫീസായി $250 സർക്കാർ ഈടാക്കുക. യുഎസ് വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കായി വെക്കണമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഇനി ഫിലിപ്പീൻസിലും കറങ്ങാം. ഒക്ടോബർ മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകളും ആരംഭിക്കും. ഫിലിപ്പീൻസിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗജന്യ വിസ സൗകര്യങ്ങൾ വ്യാപിപ്പിക്കുമെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയറും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം. ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ചെലവേറും. പുതിയതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ഫീസ് പുനർനിർണയിച്ചു. $810 ലൈസൻസ് എടുക്കുന്നതിന് നൽകേണ്ടത്. ബൈക്ക്, 4 വീലർ എന്നിവ പഠിക്കുന്നതിന് $100, ഹെവി വാഹനങ്ങൾക്ക് $200 പെർമിറ്റ് ഫീസ്. 21 വയസ്സ് തികയാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫീസ് $100, 21 വയസ്സിന് മുകളിലുള്ളവർക്ക് $300 നൽകേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തവർക്ക് പുതിയ ലൈസൻസിന് $200 ടെസ്റ്റ് ഫീസ് നൽകണം. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAE, ഒമാൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതിക്ക് തുടക്കമായി. ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതിയെന്ന് വിലയിരുത്തൽ. സ്വദേശിവൽക്കരണത്തിൽ തിരിമറി കണ്ടെത്താൻ ദുബായിൽ കർശന പരിശോധന.
3 വർഷത്തിനിടെ പിടികൂടിയത് 3568 വ്യാജ നിയമനങ്ങൾ. ഒമാനിൽ എണ്ണ പ്രകൃതിവാതക മേഖലയിലെ ജോലികൾക്ക് ലൈസൻസ് നിർബന്ധമാക്കി. സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഖത്തറിൽ വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം ഇനി വേഗത്തിലാകും. മെട്രാഷ് ആപ്പിൽ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. സൗദിയിൽ തൊഴിലാളികളുടെ ഫോട്ടോയും വീഡിയോയും അനുവാദം കൂടാതെ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം. പുതിയ പരസ്യ അനുബന്ധ ചട്ടപ്രകാരമാണ് നിർദ്ദേശം നൽകിയത്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. യൂറോപ്പിലെ മറഞ്ഞിരിക്കുന്ന രത്നങ്ങളിലൊന്ന്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട യൂറോപ്യൻ പട്ടണത്തിന്റെ വിശേഷങ്ങൾ അറിയാം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. വിവിധതരം മാംസം, ചീസ്, പച്ചക്കറികൾ എന്നിവ ചേർത്തുണ്ടാക്കിയ രുചികരമായ വിഭവം. മെക്സിക്കക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണം ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ചു.